കേരളത്തിലെ ലോകസഭാ എംപിമാരുടെയും രാജ്യസഭാ എംപിമാരുടെയും MP ഫണ്ട് വിനിയോഗത്തെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ആ വാർത്ത വന്നതു മുതൽ മലയാളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ താക്കോൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MP ഫണ്ട് എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം എന്ന പാർലമെന്റ് അംഗങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള ഫണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MP ഫണ്ട്, ഇതിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച് എത്ര രൂപ വിനിയോഗിച്ചു, എത്ര രൂപ ബാക്കിയുണ്ട്, എത്ര പ്രൊജക്റ്റുകൾ ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഒരു റിപ്പോർട്ട് പുതിയതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് ചർച്ചയാക്കിയിട്ടും വാർത്തയാക്കിയിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം ഈ വാർത്ത അറിഞ്ഞില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ താക്കോൽ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ വാർത്ത കാണാനല്ലോ, അങ്ങനെ വാർത്ത ഉണ്ടോ എന്നുള്ളൊരു ലൈനിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും കേരളത്തിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അങ്ങിങ്ങായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ പോലും അധികം ആരും പരാമർശിക്കാത്ത ചില കാര്യങ്ങൾ ഈ വിഷയത്തെ പറ്റിയിട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ MP ഫണ്ടിൽ നിന്നും 5 പൈസ ചെലവാക്കാത്ത 2 MPമാരുടെ പേര് ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തെ ആൾ നമ്മുടെ കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവേട്ടൻ. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് നമ്മുടെ പൊന്നാനി MP ആയിട്ടുള്ള ശ്രീ ET മുഹമ്മദ് ബഷീറാണ്. ഈ 2 UDF MPമാരും 10 പൈസ 5 പൈസ ചിലവാക്കിയിട്ടില്ല, ഈ MP ഫണ്ട് നിർത്തി ചിലവാക്കിയിട്ടില്ല. ഏറ്റവും മോശം പെർഫോമൻസ് കേരളത്തിൽ കാഴ്ചവെച്ച 2 MPമാരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആരാണ് പൈസ സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത് എന്നുള്ള കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം, നമ്മുടെ MPമാരെ ഈ MP ഫണ്ട് വിനിയോഗിക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ പുറകിലാണ്. ഈ MP ഫണ്ട് വിനിയോഗത്തിൻ്റെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 28.1%. എന്നാൽ നമ്മുടെ കേരളത്തിലെ MPമാരുടെ ഈ MP ഫണ്ട് വിനിയോഗത്തിൻ്റെ ശരാശരി ശതമാനം എന്ന് പറയുന്നത് 11.4%. അത്രയും കുറവാണ്. ഏറ്റവും അധികം ഈ MP ഫണ്ട് യൂട്ടിലൈസ് ചെയ്ത MP എന്ന് പറയുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ് ആണ്. 26.3% അദ്ദേഹത്തിൻ്റെ MP ഫണ്ട് യൂട്ടിലൈസേഷൻ. മാത്രമല്ല ഏറ്റെടുത്ത പ്രൊജക്റ്റുകൾ ഏറ്റവും കൂടുതൽ പൂർത്തീകരിച്ചിട്ടുള്ളതും ജോൺ ബ്രിട്ടാസ് തന്നെയാണ്. 30.7% ഈ പ്രൊജക്ട് കംപ്ലീഷൻ റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളിൽ പലർക്കും അറിയുന്നത് പോലെ തന്നെ ലോകസഭയിലും രാജ്യസഭയിലും കൂടെ ചേർത്ത് കേരളത്തിൽ നിന്ന് 31 MPമാരുണ്ട്. ഞാനിങ്ങനെ ഓരോ MPമാരെ ഇങ്ങനെ എടുത്ത് അവരുടെ 1 by 1 ആയിട്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ ലെങ്ത് സ്വാഭാവികമായിട്ടും കൂടും. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ MPമാരുടെ ലിസ്റ്റിലെ ഒരേ ഒരു MPയുടെ പേര് എടുത്തു പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമാകില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ 31 MPമാരുടെയും ഡാറ്റ ഞാൻ ഓരോന്നിടത്ത് പരിശോധിക്കുകയായിരുന്നു 1 by 1 ആയിട്ട്. അതിനിടയിലാണ് വടകര MP ആയിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിൽ MPയുടെ ഡാറ്റ ഞാൻ എടുത്തത് വായിച്ചത്. മറ്റൊരു MPയുടെയും ഡാറ്റ ഷീറ്റിലില്ലാത്ത വിധം ചില പ്രത്യേകതകൾ ശ്രീ ഷാഫി പറമ്പിലിൻ്റെ ഡാറ്റ ഷീറ്റിലുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ MPയുടെ MP ഫണ്ട് വിനിയോഗം മറ്റ് കോൺഗ്രസ് MPമാരെക്കാൾ വളരെ വളരെ ശോകമാണെന്നും വെറും 4% മാത്രമേ ഫണ്ട് വിനിയോഗമുള്ളൂ എന്നും അതിലെ ഒരു പ്രൊജക്റ്റ് പോലും ഇതുവരെയും പൂർത്തിയാക്കിയിട്ടുമില്ല എന്നുള്ളതല്ല എന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയത്. വടകരക്കാരെ, സംഭവം അതിനേക്കാളൊക്കെ ഗുരുതരമാണ്. ഒരു പാർലമെന്റ് അംഗത്തിന്റെ പെർഫോമൻസിനെ പറ്റി, പ്രവർത്തനങ്ങളെ പറ്റി അറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സൂചിക എന്നർത്ഥത്തിൽ വിലയിരുത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ തനത് ഫണ്ടുകൾ അനുവദിക്കാൻ വേണ്ടി ഓരോ മണ്ഡലങ്ങളിലെയും അതാത് MPമാർ ആ നാട്ടിലെ ആ മണ്ഡലത്തിലെ സ്ഥിതിവിശേഷവും ആവശ്യമൊക്കെ മനസ്സിലാക്കി കൃത്യമായ പ്ലാനോടെയാണ് ഈ ഫണ്ട് അലൊക്കേഷന് വേണ്ടി റിക്വസ്റ്റുകൾ വെക്കുന്നത്. ഉദാഹരണത്തിന് ഇത് ശ്രീമതി ജെബി മേത്തർ MPയുടെ MP ഫണ്ടിനെ സംബന്ധിച്ച് എവിടെയൊക്കെയാണ് പുതിയ പ്രൊജക്ടുകൾ വരാൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കി കാണാം. കൺസ്ട്രക്ഷൻ ഓഫ് തെറ്റുമ്മൽ തറപ്പിക്കണ്ടം കൊളാപ്പ കോളനി റോഡ്. ഞാൻ വായിക്കുന്ന തെറ്റാണെങ്കിൽ ആ നാട്ടുകാരനോട് ക്ഷമിക്കണം. കൺസ്ട്രക്ഷൻ ഓഫ് റീറ്റെയിനിങ് വാൾ, പർച്ചേസ് ഓഫ് ലൈബ്രറി ബുക്സ് ഫോർ സ്കൂൾ ലൈബ്രറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇൻസ്റ്റാളേഷൻ ഓഫ് മിനി മോസ്ക് ലൈറ്റ്. ഇത് നോക്കി കാണാൻ കഴിയും. അതായത് എവിടെയൊക്കെയാണ് ഇപ്പോൾ റോഡാണെങ്കിൽ റോഡ് എവിടെയാണ് നിർമ്മിക്കുന്നത്, എന്താണ് അതിൻ്റെ അഡ്രസ്സ്, എവിടെ തൊട്ട് എവിടെ വരെയുള്ള റോഡാണ്. ഇനിയിപ്പം വാങ്ങിക്കുന്നത് ഒരു 10 പുസ്തകമാണെങ്കിൽ തന്നെ എവിടേക്കാണ് ആ പുസ്തകം വാങ്ങിക്കുന്നത്, അത് ലൈബ്രറിയിലേക്കാണോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും സ്ഥലത്തേക്കാണോ. അപ്പം ഇതിനകത്ത് കൃത്യമായ എവിടേക്കാണ്, എന്താണ്, ആരാണ് എന്നുള്ള സാധനങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇത് ശ്രീ K സുധാകരൻ്റെ MP ഫണ്ട് അലൊക്കേഷനെ ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യപ്പെട്ട വർക്കുകളെ പറ്റി കാണിച്ചിട്ടുണ്ട്. നേരത്തെ ജെബി മേത്തറുടെ പോലെ കാണിച്ച പോലെ തന്നെ കണ്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് ചൊന്നമ്മക്കൂട്ടം അങ്കനവാടി റോഡ്, പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വീൽ ചെയർ ഫോർ ഫിസിക്കലി ചലഞ്ചഡ് പേഴ്സൺ. അത് ആർക്കാണ് എവിടെയാണെന്ന് കൃത്യമായ വാർഡ് വരെയുണ്ട്. കണ്ടില്ലേ. ഒരാളുടെ കൂടെ ഞാനിത് കാണിക്കാം. ഇത് ആലത്തൂർ MP ശ്രീ K രാധാകൃഷ്ണൻ്റെ പ്രൊഫൈലാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ റോഡ് ഡ്രെയിനേജ് കൺസ്ട്രക്ഷൻ ഇൻ ആവത് കാട് നഗർ, എവിടെയാണ് എക്സാക്ട് സ്ഥലം എന്ന് കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് ഓഫ് 31 സീറ്റ് ബസ് ടു ചന്ദ്ര മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചില പ്രത്യേകതകളുള്ള ശ്രീ ഷാഫി പറമ്പിലിൻ്റെ MP ഫണ്ട് അലോക്കേഷൻ ഡീറ്റെയിൽസ്.
പുള്ളിയുടെ പേര് കൊടുത്തിട്ടുണ്ട്, ഷാഫി പറമ്പിൽ, വടകര, കേരള ലോക്സഭ. 4% ആണ് ഫണ്ട് യൂട്ടിലൈസേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീഷൻ റേറ്റ് 0 ആണ്. ഇതുവരെ 5 പൈസയുടെ പണി തീർന്നിട്ടില്ല. അതൊക്കെ പോട്ടെ. താഴെ വന്നു കഴിഞ്ഞാൽ ഇനി റെക്കമെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇനി ഫണ്ട് വേണം എന്ന് പറഞ്ഞ റിക്വസ്റ്റ് വെച്ചിട്ടുള്ള റോഡുകളുടെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, പർച്ചേസ് ഓഫ് ഇ ട്രോളി, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, പർച്ചേസ് ഓഫ് ഇ ട്രോളി. ഷാഫിയുടെ MP ഫണ്ട് റെക്കമെൻഡേഷൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ? മറ്റെല്ലാ MP മാരിൽ നിന്നും വളരെ വിഭിന്നമാണത്. മറ്റെല്ലാ MP മാരും, അതിനകത്ത് ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള MP മാരുൾപ്പെടെ തങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് ഈ MP ഫണ്ട് റെക്കമെൻഡേഷൻ റിക്വസ്റ്റ് വയ്ക്കുന്ന സമയത്ത്, ഇപ്പോൾ റോഡിനാണെങ്കിൽ എവിടെ റോഡ്, എവിടുന്ന് മുതൽ എവിടെ വരെയുള്ള റോഡ്, ഒരു വീൽ ചെയർ വാങ്ങിക്കാനാണെങ്കിൽ പർച്ചേസ് ഓഫ് വീൽ ചെയർ ഇന്ന ആൾക്ക് ഇന്ന വാർഡിലേക്ക്. ഷാഫിയുടേത് കണ്ടില്ലേ, കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്, എവിടേക്കോ മറ്റേ ട്രോളി വാങ്ങിക്കുന്നു, എവിടേക്കാണെന്നില്ല, റോഡ് എവിടെ പണിയുന്നു എന്നില്ല, ഒരു ഡീറ്റെയിൽസും ഇല്ല. ശ്രീ ഷാഫി ഇതിൽ ചെയ്തിട്ടുള്ളത് ഒരുതരം ഉടായ്പാണ്. ആരെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും MP ഫണ്ട് റിക്വസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരുതരം ഉടായ്പ്. ഇതിലിനി നിയമപരമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. ഈ റിക്വസ്റ്റ് വയ്ക്കുമ്പോൾ ഈ റിക്വസ്റ്റ് പോകുന്നത് അതാത് നോഡൽ ഓഫീസർമാർക്കാണ്, ജില്ലാ കളക്ടർമാർക്കാണ് ഈ റിക്വസ്റ്റ് പോവുക. ഈ ഡാറ്റ പ്രകാരം, ഈ റിക്വസ്റ്റ് പ്രകാരം ഇതിനകത്ത് കാര്യമായ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ 75 ദിവസത്തിനുള്ളിൽ ഈ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യപ്പെടും, റിജക്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ വെച്ചിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ റിക്വസ്റ്റുകൾ റിജക്റ്റ് ചെയ്യപ്പെട്ടാൽ ചിലപ്പോൾ ഷാഫി അടുത്ത കുറച്ച് റിക്വസ്റ്റുകൾ വയ്ക്കും. കൺസ്ട്രക്ഷൻ ഓഫ് വേറൊരു റോഡ്, കൺസ്ട്രക്ഷൻ ഓഫ് മൂക്കിൻ്റെ പാലം. പ്രിയപ്പെട്ട വടകരക്കാരെ, ഇത് നിങ്ങളുടെ MP ഫണ്ടിൻ്റെ ഉടായ്പിൻ്റെ പ്രശ്നം മാത്രമൊന്നുമല്ല. നിങ്ങളുടെ MP ശ്രീ ഷാഫി പറമ്പിൽ കല്യാണങ്ങൾക്കും നൂലുകെട്ടിനും പിന്നെ ബാംഗ്ലൂർക്ക് ട്രിപ്പിനും ഒക്കെ നിരന്തരം പോകുന്നുണ്ടായിരിക്കും. പക്ഷേ പുള്ളിയുടെ പ്രധാനപ്പെട്ട പണിയായിട്ടുള്ള പാർലമെൻറ്റിലേക്ക് പുള്ളി കൃത്യമായിട്ട് പോകുന്നില്ല. ശ്രീ ഷാഫി പറമ്പിലിൻ്റെ പാർലമെൻറ്റിലെ അറ്റൻഡൻസ് 77%. നമ്മുടെ ദേശീയ ശരാശരി പോലും 87% ഓർക്കണം. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ MP മാരുടെ ശരാശരി അറ്റൻഡൻസ് എന്ന് പറയുന്നത് 85% ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ശ്രീ ഷാഫിയുടെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഞാൻ പൊതുവെ കാണാറുണ്ട്. എല്ലാ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് റീലിലൊക്കെ പൊതുവെ പുള്ളി എപ്പോഴും തിരക്കിട്ട് ഇങ്ങനെ ഓടുന്ന റീൽസാണ്. ഇപ്പോൾ അടുക്കള വശത്തോടെ ഓടുന്നു, ഹോട്ടലിലേക്ക് ഓടുന്നു. റീൽസിന്റെ ജീവിതത്തിൽ തിരക്കിട്ട് ഓടുന്ന ശ്രീ ഷാഫി പറമ്പിൽ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾക്കോ തൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കോ വേണ്ടിയൊന്നുമല്ല ഇത്ര തിരക്കിട്ട് ഓടുന്നത് എന്നാണ് ഇത്തരം റിപ്പോർട്ടുകളും ഡാറ്റകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഈ മാധ്യമങ്ങളുടെ കാര്യം തുടക്കത്തിൽ പറഞ്ഞു. ഓക്കെ, ഈ മാധ്യമങ്ങൾക്ക് ഇത്തരം വാർത്തകളൊന്നും കിട്ടാത്തതൊന്നുമല്ല. നമ്മുടെ MP മാരുടെ ഫണ്ടിൻ്റെ യൂസേജും ഇതുപോലുള്ള MP മാരുടെ ഉടായ്പകളൊക്കെ ഇവർക്ക് അറിയാത്തതൊന്നുമല്ല. പക്ഷെ ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ മറ്റേ നേരത്തെ ആദ്യം കാണിച്ച പോലെ തന്നെ എവിടെ വാർത്ത, താക്കോൽ എവിടെ, അവിടെ ഉണ്ടോ, താക്കോലുണ്ടോ, അല്ല, ആ രീതിയിലേക്ക് ഇവർ പോവും. ഞാൻ പെട്ടെന്ന് പോവാണ്. മറ്റേ ഈ പുണ്യജന്മമാണ് ചിന്താവ ടീമുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.